അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന അഖീദയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം. ഇവിടെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ഈ സൈഡിലുണ്ട്. നമ്മൾ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. അമ്പിയാക്കളും ഔലിയാക്കളും ആരാധ്യരല്ല. അള്ളാഹുവിന്റെ വചനമാണ് ഖുർആൻ. ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം അഹ്ലുസുന്നത്തി വൽ ജമാഅ. എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. തൗഹീദ്, ഏകദൈവ വിശ്വാസം. ഈ രൂപത്തിലാണ് അതിനെ നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. അടുത്തത് തെറ്റ് ശരിയാക്കി എഴുതാം. എന്റെ സമുദായം 72 വിഭാഗങ്ങളായി വേർതിരിയും. 72 ആണോ? അല്ല, 73 വിഭാഗങ്ങളായി വേർതിരിയും. വലിയ എന്ന പദത്തിന്റെ ഏകവചനമാണ് ഔലിയ. ഏകവചനമല്ല, ബഹുവചനമാണ് ഔലിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ 10,000-ൽ പരം സഹാബികൾ ഉണ്ടായിരുന്നു. 10,000 അല്ല, 1,00,000-ൽ പരം സഹാബികൾ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഖിയാസ്. ഖിയാസ് അല്ല, ഇജ്മാ എന്നാണ് അതിന് പറയാം. ഇനി 2 വീതം എഴുതാം. മുബ്തദിഉകളുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? 1, ജുമുഅയുടെ 1-ാമത്തെ ബാങ്ക് അനാചാരമാണെന്ന് പറയാ. അതുപോലെ സ്വലാത്തും ദിക്റുകളും ഒക്കെ കൂട്ടമായി ചൊല്ലുന്നതിനെ തള്ളിപ്പറയാ. ഇതൊക്കെ ബിദ്അകളുടെ അടയാളമാണ്. പ്രാർത്ഥനയുടെ ചില മര്യാദകൾ: 1, ആദ്യവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കുക. 2-മത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഇനി അടുത്തത് വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമിയങ്ങൾ ആരൊക്കെയാണ്? 1, ഇമാം അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് ഇമാം അബൂ മൻസൂരിനിൽ മാതുരീദി റളിയല്ലാഹു അൻഹു. ഇനി അടുത്തത് വ്യക്തമാക്കാം. എന്താണ് അദ്ദുആ? ദുആ എന്ന് പറഞ്ഞാൽ എന്താ? ആരാധ്യൻ എന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ. സുന്നത്ത് എന്ന് പറഞ്ഞാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം. ഇനി ബിദ്അകൾ എന്ന് പറഞ്ഞാൽ ആരാ? പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ബിദ്അകൾ. ഉത്തരം എഴുതാം. കറാമത്ത് എന്ന് പറയുന്നു ഏതിന്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. അംബിയ മുർസലുകൾ ആരാകുന്നു? അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് അംബിയ മുർസലുകൾ. സഹാബി എന്ന് പറയുന്നത് ആർക്കാണ്? മുഅ്മിനായ നിലയിൽ നബി തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി മരിക്കുകയും ചെയ്തവർ. ഇനിയോ കർമ്മപരമായ വിധികളെ ക്രോഡീകരണം പൂർത്തീകരിച്ച ഇമാമുകൾ ആരെല്ലാം? 1, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഇനി അടുത്തത് അവസാനത്തെ ചോദ്യം. ഖുലഫാഉ റാഷിദുകളിൽ 4 പേരെ എഴുതാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇതാണ് ഇന്ന് 5ാം ക്ലാസ്സിൽ നടന്ന അഖീദയുടെ ചോദ്യപേപ്പർ. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.